ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കണം എല്ലാവരും. അപ്പൊ ഇന്ന് അവിടെ ഇടയ്ക്ക് ഒരു പടപടയുന്ന സൗണ്ട് കേട്ടോ. നമ്മൾ ടിപ്പ് പുറത്തിരുന്നിട്ട് ഭക്ഷണം പുറത്ത് പറഞ്ഞാൽ അവന്റെ കൂട്ടിലെ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പൊ അവന്റെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ പടാപ്പടാപ്പട തട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഡേ ലൈറ്റില് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇടയ്ക്ക് വരുന്ന കമന്റ് ആണ്, നെഗറ്റീവ് അല്ല കേട്ടോ, നമുക്ക് വരുന്ന കമന്റ് ആണ്, ചേച്ചി ഒരു ദിവസം ഡേ ലൈറ്റില് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ അല്ല ചെയ്യുന്നത്. ഇപ്പൊ ഡേ ലൈറ്റ് ആണ്, നമ്മുടെ ഉമ്മറത്താണ് ഇരിക്കുന്നത്, നമ്മുടെ പുറത്ത്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിലാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത്, സൂര്യപ്രകാശം. അതെ, അതിപ്പോ ഏകദേശം 4 മണിക്കായി, ഉച്ച തിരിഞ്ഞിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ ഒരു സ്പെഷ്യൽ ആയിട്ട് വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ മീൻസ് നമ്മുടെ ഫേസിൽ ടാൻ അടിച്ചത്, അതായത് അത്യാവശ്യം ടാൻ അടിച്ചിട്ടുള്ള, ചേട്ടനൊക്കെ അത്യാവശ്യം ടാൻ അടിച്ചിട്ടുള്ള ടാനുണ്ട് സ്കിന്നാണ്. അപ്പൊ ടാൻ അടിച്ചിട്ടുള്ള സ്കിൻ, അതേപോലെ പിഗ്മെന്റേഷൻ, അതേപോലെ മെയിൻ ആയിട്ട് നമ്മുടെ പിമ്പിൾസിന്റെ പാടുകളുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന റുട്ടീനാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റുട്ടീൻ നിങ്ങൾക്ക് ഇന്ന് കണ്ടിട്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നാളെ മറ്റൊന്നായിട്ട് 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് സ്കിൻ കെയർ വീഡിയോ വരുന്നതായിരിക്കും. അതിന്റെ ഇടയിൽ നമുക്ക് ഡെയിലി വീഡിയോ ഇല്ലേ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ എന്തായാലും എല്ലാവരും വീട്ടിലുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ് കേട്ടോ. പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുക, ഷെയർ ചെയ്യുക, ഓക്കെ. അപ്പൊ മോൾ അവിടെ ഉണ്ട്. ഞാനിപ്പോ നമ്മളൊരു സീരിയസ് ആയിട്ട് വീഡിയോ എടുക്കല്ലോ, അപ്പൊ അതാണ് അവൾ വിളിക്കാത്ത കേട്ടോ. അവളായിട്ട് വേറൊരു വീഡിയോ നമുക്ക് വരുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ചാനലിൽ. അപ്പൊ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക സെക്കൻഡ് ചാനലിൽ. ഞാൻ എന്തായാലും വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവില്ല, സെക്കൻഡ് ചാനലിൽ എപ്പോഴും വീഡിയോ ഇടാത്ത കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ചാനലിൽ എന്തായാലും അറിയിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ഫേസിൽ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ട് ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കും, അതേപോലെ നമ്മുടെ സ്കിന്നിൽ നിറയെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്ക് ഡിസ്കളറേഷൻ ഉള്ളവർക്കും ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, തലേന്ന് നമ്മൾ 2 ടീസ്പൂൺ ഉലുവയും 2 ടീസ്പൂൺ അരിയും, ഏത് അരി വേണമെങ്കിലും എടുക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. അത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ട് തലേദിവസം ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇത് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമായിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിയും അതുപോലെ തന്നെ നമ്മുടെ ഉലുവയും കൂടി അരച്ചതാണ്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അത് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇത് വന്നിട്ട് ഉലുവയും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരിയും മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് വാഷ്. ഫേസ് വാഷിന് വേണ്ടിയിട്ട് കുറച്ചധികം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു 3-4 ദിവസം ഇത് തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ വരാൻ പോണത്. സോ നമുക്കിത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉള്ളവരും അതുപോലെ നമ്മുടെ ടാൻ അടിച്ച സ്കിന്നർ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. സൂപ്പർ റിസൾട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് 1 നേരം ചെയ്യാനോ 2 നേരം ചെയ്യാനുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് ഞാനിവിടെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം, പിന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള തൈര്, അതുപോലെ ഏത് വേണമെങ്കിലും എടുക്കാം, പൊട്ടറ്റോ ജ്യൂസൊക്കെ എടുക്കാം. അപ്പം ഞാനിവിടെ ചേട്ടനെപ്പോഴും കുറച്ചും കൂടി നല്ല റിസൾട്ട്, അതുപോലെ എനിക്കും ഇഷ്ടം പച്ച പാലെടുക്കാനാണ്. നിങ്ങൾക്ക് ചിലർക്ക് അലർജി ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നിർബന്ധം പറയുന്നില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചപ്പാൽ എടുത്ത് റോ മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. നമ്മൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചേട്ടൻ്റെ ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ ചേട്ടൻ തീരെ സ്കിൻ കെയർ ഇഷ്ടമില്ലാത്ത വ്യക്തി, ഞാനിപ്പോൾ പിടിച്ച് നിർബന്ധിച്ച് കൊടുന്നിരുത്തിയിട്ടുള്ളതാണ്. ഫേസിൽ കുറേ നാളായിട്ട് ഒന്നും ചെയ്യാറില്ല, നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഭയങ്കരമായിട്ട് കരിവാളിച്ച് ചുവപ്പ് പിടിച്ചൊരു കറുപ്പായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ആൾക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ഉലുവ അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വഴുക്കുന്ന മാതിരിയല്ല. അപ്പോൾ ഇത് കഴുകുന്ന നേരത്തെ ഞാനും ചേട്ടനും കൂടി യുദ്ധമായിരുന്നു, ഞാനാണ് കഴുകി കൊടുത്തു തന്നിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജെൻസിനും ലേഡീസിനും ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഹെയർ ഗ്രോത്ത് ഒന്നും അങ്ങനെ വരില്ല കേട്ടോ ഫേസിൽ. ഇത് നമ്മുടെ ഹെയറിലിട്ടാലാണ് ഇത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഫേസിൽ ഉപയോഗിച്ചാൽ അങ്ങനെ ഒരുമാതിരി ഹെയർ ഒന്നും നമുക്ക് വരില്ല. നമുക്ക് എത്ര ഹെയർ ആണോ നമ്മുടെ ഫേസിലുള്ളത് അത് തന്നെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് ഇട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അത്യാവശ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസ് നല്ല ഒരു ഗ്ലോ ആയിട്ട് നീറ്റായ മാതിരി നമുക്ക് നന്നായിട്ടുണ്ട്. നല്ലൊരു ഗ്ലോയിങ്ങും അതേപോലെ ഫ്രഷ് ആയ മാതിരി ഉണ്ട്. കണ്ട നെക്കും അതേപോലെ നമ്മുടെ കഴുത്തും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക്
അല്ല സോറി നെക്കും നമ്മുടെ ഫേസും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാം, എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫേസ് പാക്ക് നമുക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വീക്കിലി രണ്ട് തവണയൊക്കെ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിടവിട്ട് ചെയ്യാം. ഫേസിൽ നല്ലോണം പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് കഴിക്കുന്നതില്ലേ ഫുഡ്, അതായത് ചോറ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്, അതിൽ നിന്ന് 2 സ്പൂൺ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ട് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ പൊടിയാണ്. അപ്പോൾ ഉലുവ പൊടി നമുക്ക് എടുക്കാം കേട്ടോ. ഉലുവ പൊടി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഉലുവ കുറച്ചെടുത്ത് ചൂടാക്കി നല്ല നൈസായിട്ട് പൊടിച്ചാൽ മതി. ഓക്കെ, ഇത് പിന്നെ ഉലുവ പൊടിയായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഉലുവ പൊടി എടുത്തിട്ട് 2 സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം. അത് ഓപ്ഷണലാണ്, പക്ഷേ ഭയങ്കര റിസൾട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ മഞ്ചിഷ്ടയുടെ പൊടി. ഇത് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും, ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. ഏറ്റവും നല്ലത് അങ്ങാടിക്കടയിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിലേക്ക് ഞാനിവിടെ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൈര് അല്ലെങ്കിൽ സാധാരണ റോസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, നിങ്ങൾക്ക് ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എടുക്കാം. നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ജസ്റ്റ് ഒന്ന് അരഞ്ഞിട്ടേ ഉള്ളൂ, കാരണം ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്. കാരണം ചോറാണെങ്കിലും ഉലുവയാണെങ്കിലും കുറച്ച് അങ്ങനെ അരയും തോറും കട്ടി വയ്ക്കുന്നതല്ലേ. സോ ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി അരച്ചെടുത്തു. ഇതപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല മിക്സിങ്, നല്ല തിക്ക് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഇത് നമുക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഭയങ്കര തിക്കാവും. അപ്പോൾ അതുകൊണ്ട് പാലൊഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് ഫേസ് നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല രീതിക്ക് ഫേസ് നല്ല ഗ്ലോ ആയിട്ട് അതുപോലെ നല്ല കളർ നന്നായിട്ട് വെക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് പാടാണ് ഫേസിലിരിക്കാൻ, കുറച്ചൊന്ന് തിക്കായതുകൊണ്ടേ. അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നെക്കിലിടുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി റിസൾട്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് ഉലുവ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് നമ്മളിങ്ങനെ വെക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഇരിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഇങ്ങനെ പതിപ്പിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡ്രൈ ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ നല്ല സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണങ്ങിയിട്ട് ഇനി കാണാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇതായി ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങാൻ പറഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല, ജസ്റ്റ് ഇതാ നമുക്ക് ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. മൂക്കുമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ആ ഒരു ലെവലായപ്പോൾ നമ്മൾ എടുക്കാൻ പോകേണ്ടത്. ഇത് അത്യാവശ്യം ഉണങ്ങാൻ കുറേ സമയം എടുക്കും, കാരണം ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആദ്യം വെള്ളം നനച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ അടർത്തി എടുക്കുകയാണ് കേട്ടോ. കാരണം ഇത് നല്ല തിക്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നാലാണ് ഫേസിൽ ഇരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു റിസൾട്ട്. നെക്കും ഫേസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഫസ്റ്റ് യൂസിലത്തെ ആ ഒരു റിസൾട്ട് തന്നെ നമുക്ക് അമേസിങ് ആണ്. കാരണം അത്രയ്ക്ക് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ടാൻ റിമൂവ് ചെയ്യും, സ്കിൻ ബ്രൈറ്റ് ആവും, അതേപോലെ സ്കിന്നിലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ടാനഡ് സ്കിന്നുകാർക്കും അതേപോലെ പിമ്പിൾ മാർക്കുള്ളവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. സൂപ്പർബാണ്. നമ്മുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ പോലെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫേസ് നല്ല രീതിക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആവും കേട്ടോ. കണ്ണിൻ്റെ ചുറ്റൊഴിച്ച് ബാക്കിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റിസൾട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഉണങ്ങി വരാനൊക്കെ കുറച്ച് സമയം എടുത്തു. ഒരു 5 മണി 6 മണിയൊക്കെ ആവാറായി. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് പുറത്തുനിന്ന് ഇങ്ങനെ പോയി തുടങ്ങി. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റിസൾട്ട്. പിന്നെ ചേട്ടനാണെങ്കിൽ ഇത് കഴുകാനായിട്ട് അറച്ചിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ കഴിച്ചു കൂട്ടാ. കാരണം ചില ആൾക്ക് ഉലുവ എന്ന് പറയുമ്പോൾ അങ്ങനെ വഴുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നീ എന്നെ കഴുകിയെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ കഴുകി കൊടുക്കാതാണ് ആൾ പറയണേ കേട്ടാ. ഞാൻ പോയി കഴുകിക്കോളാം പറഞ്ഞപ്പോൾ ആൾ കഴുകിയില്ല, നീ തന്നെ കഴിക്കാൻ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്കിന്ന് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൈറ്റായി. അടുത്തത് നമ്മൾ ടോണർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചില്ലേ ഫസ്റ്റിൽ, ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് കാണാൻ പോകുന്നത്. ഫസ്റ്റിൽ വെള്ളത്തിലിട്ട് വെച്ചത് നമ്മൾ ഇതിൽ അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളമാണ് നമ്മൾ ടോണറായിട്ട് ഉപയോഗിക്കുന്നത്. തലേ ദിവസം നമ്മൾ ഉഴുന്നാണെങ്കിലും ഉലുവയാണെങ്കിലും അരിയാണെങ്കിലും കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് തലേദിവസം വെക്കണം. ആ വെള്ളമാണ് നമ്മൾ ടോണറായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കംപ്ലീറ്റ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ പിമ്പിൾ മാർക്ക് മാറാനും ടാനഡ് സ്കിന്ന് ബ്രൈറ്റ് ആവാനും വേണ്ടിയിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉലുവ നമ്മൾ ഭയങ്കര നല്ലതായിട്ട് ഇഫക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഉലുവ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ അരിച്ചെടുത്ത വെള്ളം ഇതുപോലെ നമ്മളൊരു ടോണറിൻ്റെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ടോണർ ബോട്ടിലില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ടോണർ അടിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൈറ്റനിങ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനിങ് ക്രീം കൂടി നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് നമ്മുടെ ടോണറാണ്. അപ്പോൾ
ടോണർ നമ്മൾ എടുത്തിട്ടുണ്ട്. അടിച്ചു കൊടുക്കാം. ഒന്ന് അടിച്ചോട്ടാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റനിങ് വന്നിട്ടില്ലേ നമ്മുടെ ഫേസിന്. ടാനൊക്കെ മാറി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണ്ടില്ലേ നമ്മൾ വന്നിരുന്ന മാതിരിയല്ലല്ലോ. അപ്പോൾ നല്ലൊരു ഇതായി ബ്രൈറ്റനിങ് ആയി ഫേസിലൊക്കെ കണ്ടില്ലേ. ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ക്രീം, അതായത് നമുക്ക് ബ്രൈറ്റനിങ് അതുപോലെ നമ്മുടെ പാടൊക്കെ മാറാനായിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത് കുതിർത്താൻ വെച്ചിട്ടില്ലേ, ആ അരിയും ഉഴുന്നും നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് നമ്മൾ ഈ വെള്ളം വറ്റുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ചിലപ്പോൾ നമുക്ക് ഈ വെള്ളം വറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിങ്ങനെ ഒരു ജെല്ല് കൺസിസ്റ്റൻസിയിൽ വരും. അതായത് ഒരു കൊഴുത്ത വെള്ളം, ഗ്രീസ്, അതായത് ഇങ്ങനെ വഴുവഴുപ്പുള്ള, അത് ഒരു കൊഴുപ്പുള്ള മാതിരി ഒരു വെള്ളം മാതിരി വരും. അപ്പം നമ്മളിത് കഴിയുന്നതിനനുസരിച്ച് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു ടെക്സ്ചറിലേക്ക് വരാൻ വേണ്ടി കുറേ വെള്ളം അങ്ങോട്ട് ആദ്യം തന്നെ ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് വെള്ളം മാതിരിയാവും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് തീ കുറച്ചും കൂട്ടിയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിതിനെ ഇങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് നേരം അധികം വെക്കണം കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം ഞാനിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്തു. അപ്പം നമ്മുടെ മിക്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കുറേ അധികമൊന്നും വേണ്ട. നമുക്ക് ഏകദേശം നമുക്കറിയാമല്ലോ, നമുക്ക് ഇത്രയും മതി. ഏകദേശം നമുക്കൊരു ക്രീം ഉണ്ടാക്കാൻ മാതിരിയുള്ളത്. അതിലേക്ക് നമുക്ക് അലോവേര വേണം. അപ്പോൾ അലോവേര ഇല്ലാത്തവർക്ക് ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് മാത്രമായിട്ട് യാതൊരു കുഴപ്പമില്ല. അലോവേര ഇല്ല, അലർജിയാണെന്നൊക്കെ ഉള്ളവർക്ക് ഇത് നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് നമ്മളൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് സിറം മാതിരി എടുത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്രീം മാതിരി ആവണമെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അലോവേര 1 സ്പൂൺ എടുത്തിട്ട് പിന്നെ എനിക്ക് 1 സ്പൂണും കൂടി ആവശ്യം വന്നു. 2 സ്പൂൺ ശരിക്കും നമുക്ക് വേണ്ടി വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് റോ മിൽക്ക്. അലർജി ഉള്ളവർ ഒഴിക്കണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബദാം ഓയിൽ ഒരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അത് കുഞ്ഞു പാത്രത്തിലായതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാത്രം മാറ്റിയിട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കി. ഇതിലാവുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ പുറത്തേക്ക് തെറിച്ച് ഇങ്ങനെ തുളുമ്പി പോവില്ല. നമ്മളിങ്ങനെ നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴേ, എന്നാലാണ് നമുക്കത് മിക്സ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിറം മാതിരി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കാവും ഇരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഇത്തിരി കുറച്ച് ലൂസാണെങ്കിലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ ഇരുന്ന് കുറച്ച് കട്ടിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഉലുവയും അതുപോലെ തന്നെ നമ്മൾ ഫേസ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിയില്ലേ, ഉലുവ അരച്ചത്, നമ്മൾ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സാണ് നമ്മൾ ഫേസ് വാഷിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കും. ഞാൻ ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് നമ്മൾ എടുത്തപ്പോൾ ഉലുവയും അരിയും കൂടി അരച്ചതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അടുപ്പത്തിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ അരച്ചിട്ട് ഫേസ് വാഷ് ആക്കിയത്. നമ്മളൊന്നും കളയരുത്. അത് ആദ്യം തന്നെ കാണിക്കണമെങ്കിൽ ഈ പ്രോസസ്സ് മുഴുവൻ ആദ്യം കാണിക്കേണ്ടി വരും. അതാണ് ഞാനത് ലാസ്റ്റ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഉലുവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ള ആ മിക്സ് അരച്ചതാണ് നമ്മുടെ ഫേസ് വാഷ്. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് അരച്ചാൽ നല്ല തിക്കായിട്ടുള്ള നമുക്ക് ഫേസ് വാഷ് കിട്ടും. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാലൊഴിച്ചിട്ടാണ് റെഡിയാക്കിയത്. ഇത് കുറച്ച് ലൂസ് മാതിരിയാണ്. നമുക്കിത് അലോവേര അലോവേര ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇടണമെന്ന് ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ഇടാം. ചിലർ പറയാമല്ലോ അലോവേര അലർജിയാണെന്ന്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് കുറച്ചൊരു ലൂസ് മാതിരി ആ ഉലുവയുടെ സംഭവം മാത്രം എടുത്താൽ മതി. അതിൽ മിൽക്ക് ചേർത്താൽ കുറച്ചുകൂടി നല്ലതാവും കേട്ടോ. കണ്ണടച്ചോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അബ്സോർബായി പോകും. അപ്പോൾ നമ്മുടെ ആ ഒരു ഫേസ് കണ്ടില്ലേ, നമ്മൾ ഫസ്റ്റ് വന്ന ആ ഒരു ഇതിനേക്കാളും നല്ല വ്യത്യാസമില്ലേ ആ ഒരു സംഭവം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും വന്ന് കമൻറ്റ് എടുക്കാൻ. അത്രയ്ക്ക് നല്ലൊരു ഗ്ലോയിങ് ആവുന്നുണ്ട് ഫേസ്, നല്ല സ്മൂത്തനിങ് ആവുന്നുണ്ട്, അതേപോലെ നല്ല ബ്രൈറ്റനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ പാട് മാറാൻ, പിഗ്മെന്റേഷൻ മാറാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതേ പുറത്തായിരിക്കണം. ഇപ്പോൾ അത്യാവശ്യം ലൈറ്റ് പോവുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഒരു 5-5:30-6 മണി ആവാറായി, ഈവനിങ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഡേ ലൈറ്റിലാണ് എടുത്തിട്ടുള്ളത്. നല്ല റിസൾട്ട് ഉണ്ട്. നെക്കും അതുപോലെ നമ്മുടെ ഫേസും നോക്കി നല്ല വ്യത്യാസം. അപ്പം എന്താ പറയുക, സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ. അതെ, ഇത്ര നേരം നിങ്ങൾ കണ്ടാൽ തന്നെ
ഫേസിൻ്റെ ഒരു ഗ്ലോയിങ് ഒക്കെ കണ്ടില്ലേ, അതേപോലെ നെക്ക് കണ്ടില്ല, നെക്കും ഫേസും നമ്മൾ ഡിഫറൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സൂപ്പർബായിട്ടുള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.